ഹായ് ഫ്രണ്ട്സ്, നിഫ്റ്റി ഇന്നും പുതിയ ഒരു ഫ്രഷ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 25,129 എന്നുള്ള അതിൻ്റെ ഓൾ ടൈം ഹൈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 25,030 ഓപ്പൺ ചെയ്ത നിഫ്റ്റി പിന്നീട് 25,000 താഴെ പോവുകയുണ്ടായി. 24,964 വരെ പോയിരുന്നു. പക്ഷേ 25,000 മുകളിലുള്ള ഒരു ക്ലോസിങ്ങിൽ അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് ഇന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിൽ നല്ലൊരു ഹൈ ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് അത് തിരിച്ചു വന്നിട്ട് 34 പോയിന്റിൻ്റെ മാത്രം ഒരു ഹൈ ആണ് ഉണ്ടായത്. ക്ലോസിങ്ങിൽ 0.14% ഒരു മുന്നേറ്റം മാത്രമാണ് ഇന്ന് നിഫ്റ്റി ഫൈനലായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നിഫ്റ്റി ഇന്നത്തെ അതിൻ്റെ പ്രകടനം വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണെങ്കിലും മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഇപ്പോഴും ഫിയർ സോണിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് എക്സ്ട്രീം ഫിയറിൽ നിന്ന് ഫിയർ സോണിലേക്ക് മാർക്കറ്റ് വന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഇപ്പോഴും ഗ്രീഡി ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. അതായത് വൻതോതിൽ ബൈങ് നടത്താനുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴും ബുൾസിന് വന്നിട്ടില്ല. അപ്പോൾ ബിയേഴ്സിൻ്റെ കൈമിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൻ്റെ കൺട്രോൾ എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ മൊത്തത്തിലുള്ള നിഫ്റ്റിയുടെ ഇൻട്രാഡേയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം പ്രധാനമായിട്ടും IT സ്റ്റോക്കുകളിലുണ്ടായ മുന്നേറ്റം കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ സെക്ടോറൽ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം പെർഫോമൻസ് നടത്തിയത് IT സ്റ്റോക്കുകളാണെന്ന് കാണാൻ കഴിയും. IT ഇൻഡെക്സ് 1.64% ഒരു മുന്നേറ്റം ഇന്ന് കാണിക്കുകയുണ്ടായി. അവിടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ IT ഇൻഡെക്സിലുള്ള L&T മൈൻട്രി ആണ് ഏറ്റവും അധികം മുന്നേറ്റം നടത്തിയത് 6%. അതുപോലെ L&T ടെക്നോളജി സർവീസസും 3% മുന്നിട്ട് പോവുകയുണ്ടായി. കോഫോജ് 2%, അതുപോലെ വിപ്രോ 3%. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹെവി വെയിറ്റ് ആയിട്ടുള്ള TCS, HCL ടെക്, അതുപോലെ ഇൻഫോസിസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാത്തതാണ് നിഫ്റ്റിക്ക് ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ പറ്റാത്ത താഴോട്ടേക്ക് വരേണ്ടി വന്നത്. എന്നാൽ ഓവറോൾ എല്ലാ IT സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് IT ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകൾ ഇന്ന് 177 രൂപയിൽ ഓപ്പൺ ചെയ്ത ഒരു സ്റ്റോക്ക് അത് 209 വരെ ഒരു 18% വമ്പിച്ച റാലി നടന്ന ഒരു PSE സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ NBCC അഥവാ നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു PSU കമ്പനിയാണ്. ഇത് നവരത്ന സ്റ്റാറ്റസ് ഉള്ള ഒരു PSU കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ കീഴിലാണ് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുക. നമുക്കറിയാം മഹാരത്ന കമ്പനികൾ 13 എണ്ണമുണ്ട്, നവരത്ന കമ്പനികൾ 21 എണ്ണമുണ്ട്. അതുപോലെ മിനി രത്ന കമ്പനികൾ ഫസ്റ്റ് കാറ്റഗറിയിൽ 55, സെക്കൻഡ് കാറ്റഗറിയിൽ 11 കമ്പനികളുണ്ട്. അപ്പോൾ ഈ നവരത്ന കമ്പനിയിൽപ്പെട്ട ഒരു കമ്പനിയാണ് ഈ NBCC എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇതൊരു മിഡ് ക്യാപ് ലെവലിലുള്ള ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് 35,010 കോടിയുള്ള കമ്പനിയാണിത്. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിലുണ്ടായ ഒരു ട്രേഡിംഗ് വോളിയം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 29 കോടിയുടെ ഒരു ട്രേഡിംഗ് വോളിയമാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ട്രേഡിംഗ് വോളിയം ഈ സ്റ്റോക്കിലുണ്ടായ കാരണം എന്താണ്? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം ട്രേഡ് ചെയ്ത സ്റ്റോക്കായിരിക്കും NBCC. കാരണം അതിൻ്റെ ഡെലിവറബിൾ ക്വാണ്ടിറ്റികൾ പരിശോധിച്ചാൽ 17% മാത്രമാണ് ലോങ് ടേം ഡെലിവറി ഉള്ളൂ. ബാക്കിയെല്ലാം ഇൻട്രാഡേയിലാണ് ട്രേഡ് ചെയ്തിട്ട് ആളുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടാവുക. ഏകദേശം 29 കോടിയിൽ 5 കോടി മാത്രമാണ് ഡെലിവറി ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് 17% ഡെലിവറി ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സ്റ്റോക്ക് 18% ഒരു റാലി നടന്നിട്ടും സ്റ്റോക്ക് ക്ലോസ് ചെയ്തത് ഏകദേശം 10% ഒരു ലെവലാണ്. അതായത് 8% ആ ഒരു ഹൈയിൽ നിന്നും താഴോട്ടേക്ക് സ്റ്റോക്ക് വരികയുണ്ടായി. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു റാലിക്ക് കാരണമായ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ ബിസിനസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ കമ്പനി പ്രധാനമായിട്ടും 3 സെഗ്മെൻറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി, അതായത് ഇവിടെ അവർ ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അത് റെസിഡൻഷ്യൽ ആവാം, കമേഴ്ഷ്യൽ കോംപ്ലക്സുകളാവാം, ഹോസ്പിറ്റൽസ് ആവാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അപ്പോൾ അതേപോലെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളും ആവാം. അത്തരം പ്രൊജക്റ്റുകളാണ് ഇവർ പ്രധാനമായിട്ടും സിവിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട റവന്യൂ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഏകദേശം 92% റവന്യൂ വരുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു PSU കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ നേടിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഇവരൊരു ബിസിനസ് വരുന്നത് എഞ്ചിനീയറിംഗ്, പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നാണ്. ഇവിടെ അവർ മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഫീസിബിലിറ്റി സ്റ്റഡീസും അതുപോലെ പ്രൊജക്റ്റ് കൺസെപ്ച്വലൈസേഷൻ, അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, എൻജിനീയറിംഗ് ഡിസൈൻസ് ചെയ്യുക, അതുപോലെ ഫൈനലായിട്ടുള്ള ടെസ്റ്റിംഗ്, അതുപോലെ അതിൻ്റെ ഹാൻഡിങ് ഓവർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു EPC കമ്പനി കൂടിയാണ് ഈ NBCC. അതിൽ അവർക്ക് 6% റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിലും 2% റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ട് ഇവർ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളും അപ്പാർട്ട്മെൻറ്റുകൾ, ടൗൺഷിപ്പുകൾ, കോർപ്പറേറ്റ് ബിൽഡിങ്ങുകൾ, ഷോപ്പിംഗ് മാൾസ് ഒക്കെ
നിർമ്മിക്കാറുണ്ട്. ഇതുകൂടാതെ ഇവർക്ക് ഓവർസീസ് ഓപ്പറേഷൻസ് ഉണ്ട്. ദുബായ്, മാൽദീവ്സ്, മൊറീഷ്യസ്, സെൽഷ്യസ് പോലെയുള്ള രാജ്യങ്ങളിലും, അതുപോലെ ഇവർ മറ്റ് രാജ്യങ്ങളിലേക്കും പുതിയ പ്ലാനുകൾ, മംഗോളിയ പോലെയുള്ള രാജ്യങ്ങളിൽ, അതുപോലെ ഫിജി, മരിബോർ, ഫിലിപ്പൈൻസ്, കുവൈറ്റ് പോലെയുള്ള രാജ്യങ്ങളിലേക്കും ഇവരുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ ഇവരുടെ ഇൻവെസ്റ്റർ പ്രസന്റേഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ ഈ കമ്പനിക്ക് കുറച്ച് സബ്സിഡിയറി കമ്പനികളുണ്ട്. ഇപ്പോൾ NBCC സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്, അതുപോലെ HSCC ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. കൂടാതെ NBCC DWC ദുബായ് എന്ന രീതിയിൽ വേറൊരു കമ്പനിയുണ്ട്. ഇതുകൂടാതെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ വർക്ക്സ് എന്ന് പറയുന്ന മറ്റൊരു സബ്സിഡിയറി കമ്പനിയുണ്ട്. കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് കൺസ്ട്രക്ഷൻ ഓഫ് രാജസ്ഥാൻ ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുമായി ജോയിന്റ് വെഞ്ചർ പ്രൊജക്റ്റുകളിലും ഇവർ പാർട്ടിസിപ്പൻസ് ആണ്. കൂടാതെ ബെലാറസ് എന്ന രാജ്യത്തുള്ള ലീഡിംഗ് ആയിട്ടുള്ള 2 ടെക്നോളജി കമ്പനികളുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ കൊളാബറേഷൻ ഇവർ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ഇൻവെസ്റ്റർ പ്രസന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവർ കാണുന്നത് പ്രധാനമായിട്ട് ഹൗസിംഗ് സെക്ടറിലാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിലൂടെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായിട്ടും പല രീതിയിലുള്ള കോൺട്രാക്റ്റുകളിൽ ഇവർ ഏർപ്പെട്ടിരിക്കുക. ഇവരുടെ പ്രസൻറ്റ് ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. 70,000 കോടിയുടെ ഒരു ഓർഡർ ബുക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് ഇവർ കാണാം. കൂടാതെ ഇവരുടെ കൺസോളിഡേറ്റഡ് ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ അത് 81,000 കോടിയിലേക്ക് വളർന്നതായിട്ട് കാണാം. അപ്പോൾ ഈ 81,000 കോടി എന്ന് പറയുമ്പോൾ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഡബിളാണ്. അത്രമാത്രം ഓർഡർ ബുക്കുള്ള വലിയൊരു കമ്പനി ആയിട്ടാണ് നമുക്ക് ഇത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഈ വർഷത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 10,000 കോടിയുടെ ഓർഡർ ബുക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് കൺസോളിഡേറ്റഡ് ലെവലിൽ 13,000 കോടി വരെ എത്തിക്കണം എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ വരുമ്പോൾ 1,00,000 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ് ഫൈനലായിട്ട് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയും. കാരണം കൊച്ചി മെട്രോ റെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 700 കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഇവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മളിവിടെ ഒരു മലയാളി എന്നുള്ളതിൽ നമുക്കിവിടെ പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ ഒരു മാർജിൻ ഗൈഡൻസ് നോക്കുകയാണെങ്കിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് 5.5% to 6% ഒരു എബിറ്റ മാർജിനാണ് കമ്മിങ് ഇയേഴ്സിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ മാർജിൻസ് 4.5 to 5% വരെ ഇവർ ഒരു വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ റവന്യൂ ഗ്രോത്തിൽ മൊത്തത്തിലൊരു 25% ഒരു ഗ്രോത്ത് റേറ്റാണ് ഈ കറണ്ട് ഇയറിൽ അവർ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ചാലഞ്ചസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് പ്രശ്നം. പല പ്രൊജക്റ്റുകളും ഗവൺമെൻറ് പ്രൊജക്റ്റുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ അപ്രൂവൽ കിട്ടുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. പലവിധ ചുവപ്പ് നാടുകളിലൂടെ കടന്നു പോയാലേ നമുക്ക് അപ്രൂവൽ കിട്ടും നമുക്കറിയാം. അപ്പോൾ അത് ഇവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം ഇവരുടെ മേജർ പ്രൊജക്റ്റുകളെല്ലാം ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 248% ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ആണ് നൽകിയത്. സ്റ്റോക്കിൻ്റെ PE ഉയർന്നുകൊണ്ട് 63 എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇൻഡസ്ട്രി PE 42 മാത്രമേ ഉള്ളൂ. ഈ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഇപ്പോൾ 209 ഇന്ന് അത് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 7% മാത്രമുള്ള ഒരു ഡിഫറൻസ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈയോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. കമ്പനിയുടെ ROCയും ROEയും ഒക്കെ വളരെ എക്സലൻ്റ് ആണ്. അതുപോലെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അമേസിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അത് 19% സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും 43% നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും ഇയർ ഓൺ ഇയർ സെയിലിൽ 11%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിലും 39% വർധനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0 ആയിട്ടുള്ള ഒരു സീറോ ഡെപ്റ്റ് PSU കമ്പനിയാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അപ്പോൾ ഇന്ന് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള പ്രധാന കാരണം ഈ കമ്പനി ബോണസ് ഇഷ്യൂ നൽകാൻ പോകുന്നു എന്ന വാർത്തയാണ്. അപ്പോൾ ആക്ച്വലി ഈ വാർത്ത മുന്നിൽ വന്നിട്ടുണ്ട്. അത് ഇന്ന് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സമർപ്പിച്ചിട്ടുള്ള അതിൻ്റെ ഇൻറ്റിമേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വരുന്ന ഓഗസ്റ്റ് 31 ഇവർ ഒരു ബോർഡ് മീറ്റിംഗ് കൂടാൻ പോവുകയാണ്. അതിൽ നിന്ന് അവർ ഇൻവെസ്റ്റേഴ്സിൻ്റെ അപ്രൂവൽ വാങ്ങാൻ പോവുകയാണ് ഈ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവരുടെ ഒരു ബോണസ് ഇഷ്യൂ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 2017 ഇവർ ഇതിനു മുമ്പ് ബോണസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ചരിത്രത്തിൽ ഇത് 2ാമത്തെ ബോണസ് ഇഷ്യൂ ആണ് ഇവർ നൽകാൻ പോകുന്നത്. അപ്പോൾ അന്ന് നൽകിയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആയിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന റേഷ്യോ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഓഗസ്റ്റ് 31 ബോർഡ് മീറ്റിങ്ങിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതുപോലെ റെക്കോർഡ് ഡേറ്റ് എപ്പോഴാണെന്നതും അന്നേരം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോക്കിൽ കയറിക്കൂടാനുള്ള ഒരു വ്യഗ്രതയിലാണ് വൻതോതിലുള്ള റാലി ഇന്ന് ഈ സ്റ്റോക്കിൽ നടന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സ്റ്റോക്കിൽ ഒരു ഫ്രഷ് എൻട്രി എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ട് തോന്നും. കാരണം വൻതോതിലുള്ള സെല്ലിങ്ങും പ്രോഫിറ്റ് ബുക്കിങ്ങും ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് വളരെ അനിവാര്യമാണ്. 175, 150 ലെവല് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് പ്രോഫിറ്റ് ലക്ഷ്യം വെക്കാവുന്നതാണ്. അപ്പോൾ ബോണസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ തീർച്ചയായും ഒരു പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട്
സ്റ്റോക്കിൻ്റെ വില താഴോട്ടേക്ക് വരും. അപ്പോൾ നിലവിൽ സ്റ്റോക്ക് കയ്യിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരിക്കലും അത് വിൽക്കേണ്ട ഒരു അവസരമല്ല. കാരണം ആ ബോണസ് ഷെയർ കിട്ടാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ഡേറ്റ് വരെ അറിയുന്നത് വരെ കാത്തു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും വരും ദിവസങ്ങളിൽ വൻതോതിലുള്ള ഇൻട്രാഡേ ട്രേഡിംഗ് ആക്ടിവിറ്റികൾ ഈ സ്റ്റോക്കിൽ വൻതോതിലുള്ള വോളറ്റിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.